സമുദായ നേതാക്കന്മാർ തിണ്ണം നിറങ്ങില്ലെന്ന് പറയുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിരളി പിടിച്ച ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ തള്ളിക്കളയും. എനിക്കിപ്പോൾ മന്ത്രി ആയതുകൊണ്ട് 50 ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ ചെന്ന് പ്രസംഗിച്ച് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. എന്നോടിപ്പോൾ ഒരു യോഗത്തിൽ വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും അങ്ങോട്ട് ആഞ്ഞടിച്ചോളാന്ന് പറഞ്ഞു. ഇപ്പം ഒരു 10-15 മിനിറ്റ് നുണകൾ കൊണ്ടല്ല വസ്തുതകൾ കൊണ്ടാണ് രാഷ്ട്രീയം പറയേണ്ടതെന്ന് വി ഡി സതീശൻ ഓർമ്മിപ്പിക്കും. എന്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന ഒരു നിയമസഭയിലെ കയ്യാങ്കളി, അത് ഒരു രഹസ്യ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നിയമസഭ എന്താ കയ്യാങ്കളി? ഇപ്പം ചൊടിപ്പിച്ചത് സോണിയാഗാന്ധി അടിച്ചടിച്ച സംഭവമാണ്. അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ശബരിമലയുടെ പേരിൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്തപ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലൂടെ പുറത്തു വരുന്നത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലെ 1-ാം പ്രതിയും മോഷണം മുതൽ വാങ്ങിയ ആളും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് ദുരൂഹതകളുടെ ഒരു മഹാനേരുവാണ്. ഈ കേസിലെ പ്രത്യേക അന്വേഷണ സംഘം സോണിയാഗാന്ധി ചോദ്യം ചെയ്യേണ്ടത് നിയമപരമായി തന്നെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള വ്യക്തികളിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരെ കാണാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. SPG ക്ലിയറൻസ് ഇല്ലാതെ ഉന്നത നേതാക്കന്മാരുടെ ശുപാർശ ഇല്ലാതെ ആർക്കും അവരെ കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു ക്രിമിനൽ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ സ്വർണ്ണ ചരട് കെട്ടിക്കൊടുക്കാൻ മാത്രം അടുപ്പമുള്ളവനായി മാറി? ഇത് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേസിലെ പ്രതികൾക്ക് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്താലാണ്? അടൂർ പ്രകാശും ആന്റണിയും ഈ ക്രിമിനലുകളെ സോണിയയുടെ അടുത്തേക്ക് എത്തിച്ചത് എന്തിനാണ്? പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ പകൽ പോലും വ്യക്തമാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന ഈ ഇടപാടുകളിൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുവാൻ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുക എന്ന് തന്നെ വേണം. സോണിയാഗാന്ധി മുൻപ് MP ആയിരുന്ന ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ കടയിലാണ് ശബരിമലയിലെ മോഷണ സ്വർണം വിറ്റതെന്ന പേരും ഞെട്ടിപ്പിക്കുന്നുണ്ട്. ഈ ബെല്ലാരി കണക്ഷൻ കേവലം യാദൃശ്ചികമല്ല. ഹവാല ഇടപാടുകളോ സ്വർണ്ണക്കടത്തോ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. SPG വലയം ഭേദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വസതിയിൽ കയറി ഇറങ്ങിയത് ആരുടെ ഒത്താശയോടുകൂടിയാണ്? 2. സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ഇറ്റലിയിലെ പുരാവസ്തു ബിസിനസ്സുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോ? 3. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ കവറിൽ എന്തായിരുന്നു? അത് അടൂർ പ്രകാശം നൽകിയ പ്രതിഫലമായിരുന്നു. 4. കോൺഗ്രസ് ഭരിച്ച ദേവസ്വം ബോർഡ് ഭരണസമിതി എന്തിനാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി വാജി വാഹനം തന്ത്രിക്ക് കൈമാറി? ശബരിമല സ്വർണ്ണ കവർന്നവർക്ക് തടഞ്ഞെടുക്കുന്ന കോൺഗ്രസ് നിലപാട് ലജ്ജാകരമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന SIT അന്വേഷണത്തെ തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? ഈ കേസിൽ ഉന്നതരായിട്ട് ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ സോണിയാഗാന്ധിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അന്വേഷണ സംഘത്തിനുണ്ട്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്കും അവർക്ക് കുടപിടിക്കുന്നവർക്കും കേരളത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ല. സത്യമെന്നായി പുറത്തു വരും. ഞാനിത് ഇന്നലെ അവിടെ പറഞ്ഞതിനാണ്, നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനാണ്. ഇത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നട്ടുച്ചയ്ക്ക് നല്ല തുള്ളലായിരുന്നു. അപ്പം അത് പത്രങ്ങൾ മുഖാന്തരം ആൾക്കാർ അറിയാലോ ഈ തുള്ളൽ പാട്ടും. അപ്പോൾ അതിന് ഒരു വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്.